കാൽപന്ത് കളിയിലെ ഏറ്റവും മികച്ചവനെ തേടിയാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും ലയണൽ മെസ്സിയെയും അല്ലാതെ മൂന്നാമതൊരുവനെ നിങ്ങൾക്ക് കാണാം. എണ്ണമറ്റ ഗോളുകളോ ഏറ്റവും മികച്ചവനെന്ന പുരസ്കാരമോ അയാൾക്കില്ല. നിർഭാഗ്യത്തിന്റെ ഒരു മുഖമുണ്ടെങ്കിൽ അതിന് ഏറ്റവും യോഗ്യൻ അയാളായിരിക്കണം. എന്നാൽ ഇന്നലെ മുളച്ച കുരുന്നുകൾക്കറിയില്ല നെയ്മർ എന്ന വിസ്മയത്തിന്റെ കഥ. കാൽപന്ത് കളിയുടെ ആത്മാവുറങ്ങുന്ന ബ്രസീലിയൻ മണ്ണിൽ പുൽമേടുകളെ പുളകം കൊള്ളിച്ചുകൊണ്ട് സാമ്പാ നൃത്തമാടിയിരുന്ന ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതറിയണമെങ്കിൽ നിങ്ങൾ വർഷങ്ങൾ പിന്നോട്ടേക്ക് പോവേണ്ടിയിരിക്കുന്നു. ക്യാമ്പ് നൗ എന്ന ആരവങ്ങളുടെയും ആവേശത്തിന്റെയും മണ്ണിലേക്ക്. 2017 ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിന്റെ രണ്ടാം പാദം. ആദ്യ പാദത്തിൽ അർജന്റീന സ്ട്രൈക്കർ ഡിമേരിയുടെ ഇരട്ട ഗോളുകളടക്കം എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് PSG ബാഴ്സയെ തകർത്തു വിട്ടത്. അന്ന് പാരീസ് വിടുമ്പോൾ പല ബാഴ്സ ആരാധകന്റെയും കണ്ണ് കലങ്ങിയിരിക്കണം. പരിഹാസങ്ങൾക്കും കളിയാക്കലുകൾക്കും തങ്ങളുടെ ടീം പകരം വീട്ടുമെന്ന് ബാഴ്സ ആരാധകർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എങ്കിൽ കൂടിയും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ക്യാമ്പ് നൗവിലേക്ക് ഒഴുകി. ലയണൽ മെസ്സിയെ ഉറ്റുനോക്കിയ ഫുട്ബോൾ ലോകം കണ്ടത് റൊണാൾഡിനോയ്ക്ക് ശേഷമുള്ള ഒരു ബ്രസീൽ മാന്ത്രികന്റെ പിറവിയായിരുന്നു. ആദ്യപാദം ഡിമരി എന്ന വിസ്മയമായിരുന്നുവെങ്കിൽ രണ്ടാം പാദം നെയ്മർ എന്ന അത്ഭുതമായിരുന്നു. കളി അവസാനിക്കാൻ ബാക്കി നിൽക്കെ നെയ്മറിൽ നിന്നും സെർജിയോ റോബർട്ടോയിലേക്ക് ഒരു ലോങ് റേഞ്ച് പാസ്. അതൊന്ന് തൊടുക മാത്രമായിരുന്നു സെർജിയോയുടെ കടമ. അയാൾ അത് ഭംഗിയായി നിർവഹിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ കംബാക്കിന്റെ ക്യാമ്പ് നൗ സാക്ഷിയാവുകയാണ്. അയാളിലെ ഏറ്റവും മികച്ചവനെ കണ്ട രാത്രി. ഒരു നിമിഷം അയാൾ എല്ലാവർക്കും മുകളിൽ പോയ രാത്രി. PSG ആരാധകർ പോലും കയ്യടിച്ച പ്രകടനം. ഓരോ പുതുപിറവിയിലും അയാളുടെ ശോഭ നഷ്ടമായെന്ന് നിങ്ങൾക്ക് തോന്നാം. നാളെ ഒന്നുമല്ലാത്തവനെ പോലെ നിങ്ങൾക്ക് അയാളെ മറക്കാം. എന്നാൽ ഓരോ ബ്രസീൽ ആരാധകന്റെയും മനം കവർന്ന ഒരു നെയ്മർ ഉണ്ടായിരുന്നു. പെലയ്ക്കും ഡീഞ്ഞോക്കും ശേഷം സാമ്പാ നൃത്തത്തിൽ അഴിഞ്ഞാടിയ ഒരു നെയ്മർ. ക്യാമ്പ് നൗവിലെ കാറ്റിൽ പോലും അദ്ദേഹം നൽകിയ രോമാഞ്ചം ഉണ്ടാകും. നെയ്മർ, നിങ്ങൾ ഇതിലും മികച്ചത് അർഹിച്ചിരുന്നു.